വെൽക്കം ടു വില്ലേജ് കറീസ്. ഇന്ന് നമുക്ക് മയണൈസ് ഉണ്ടാക്കി നോക്കിയാലോ. മയണൈസ് അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് സോസ് എന്ന് പറയുന്നത്. ആക്ച്വലി വൈറ്റ് സോസ് എന്ന് പറയുന്ന സാധനം വേറെതാണ്, മയണൈസാണിത്. നമ്മൾ അൽഫഹാം, മന്തി, തന്തൂരി ചിക്കന്, അങ്ങനെ പിന്നെ മാത്രമല്ല ബർഗർ, നമ്മളിപ്പോൾ എന്ത് സാധനം കഴിച്ചു കഴിഞ്ഞാലും എല്ലാത്തിനകത്തും മയണൈസ് ഉണ്ടാവും. മയണൈസ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്തൊക്കെ പല തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ചേർത്തതായിരിക്കും. വീട്ടിൽ നമുക്ക് പിള്ളേർക്കും എല്ലാവർക്കും ഒരേ കണക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മയണൈസ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 2 മുട്ടയുടെ വെള്ള നമുക്ക് വേണം. 2 മുട്ടയുടെ വെള്ളക്കരുവാണ്, മഞ്ഞക്കരു എടുക്കില്ല. മഞ്ഞക്കരു എടുത്ത് മയണൈസ് ഉണ്ടാക്കാം, കുറച്ചും കൂടെ ടേസ്റ്റാണ്. അത് വേറൊരു റെസിപ്പിക്കകത്ത് ഞാൻ കാണിക്കാം. ഇതിലോട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി, തൊലി കളഞ്ഞ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 3 എണ്ണം, ഒരു നാരങ്ങയുടെ നീര് ചേർക്കാൻ നേരത്തേക്ക് ആദ്യം നമ്മളൊരു അരമുറി പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം നമ്മൾ മയണൈസിനായിട്ടുള്ള പേസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഈ സോസ് അരച്ചെടുത്ത് അതിനുശേഷം കൂടുതൽ പുളിയോ ഉപ്പോ വേണമെന്നനുസരിച്ച് വേണം ബാക്കിയുള്ള ഓരോന്നും നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അത്യാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ആദ്യം കുറേശ്ശെ ഉപ്പ് ചേർക്കുക, അതിനുശേഷം ബാക്കി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടാണ് ഇപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി അടുത്ത നമ്മുടെ മയണൈസിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ ചേർക്കാൻ നേരത്ത് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഈ സൺഫ്ലവറിൽ ചേർത്ത് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്ക് ഏത് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിലും എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കുറച്ച് ഇതിന് കുറവായിരുന്നു പുളി, അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങാനീര് ഒന്നുകൂടെ ചേർത്തു. അതുപോലെ തന്നെ ഉപ്പും കൂടെ കുറച്ചുകൂടെ വേണമായിരുന്നു, കുറച്ചും കൂടെ ഉപ്പ് ചേർക്കും. ഇപ്പോൾ ഒന്നുകൂടെ അടിച്ചെടുത്തു. ഈ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ ഏത് പരുവത്തിലാണ് നിങ്ങളുടെ മയണൈസ് വേണ്ട ആ പരുവത്തിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിപ്പോൾ ഈ പരുവം പോലെ എനിക്ക് കുറച്ചും കൂടെ നല്ല കട്ടിയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു പരുവത്തിലാണ് മയണൈസ് ഇപ്പോൾ എടുത്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടി കുറച്ചും കൂടെ എണ്ണ ചേർക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം, കറക്റ്റ് 1/2 കപ്പ്. ഇതിപ്പോഴത്തേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലിന് ഇപ്പോൾ ഞാൻ ബാക്കിയും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കിത് ബാക്കിയും കൂടെ നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്ത് വരാം. ഇപ്പോൾ കണ്ടത് ഈ ഒരു പരുവം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അന്നേരം മയണൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ കടകളിൽ നിന്നും മറ്റുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ബർഗർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന മന്തി, അതുപോലെ അൽഫഹാം, തന്തൂരി ചിക്കന്, എല്ലാത്തിൻ്റെയും കൂടെ ബർഗർ എന്ന് വേണ്ട എവിടുന്നും ഇപ്പോൾ നമ്മൾ മയണൈസ് എല്ലാത്തിനകത്തും നമ്മുടെ വിഭവങ്ങളതിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയാണ് കഴിക്കുന്നത്. കുട്ടികൾക്ക് ശരീരത്തിന് നല്ലതാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മയണൈസാണ്. ഇതിലോട്ട് നമ്മളിത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനായിട്ട് കുറച്ചുകൂടി ഞാൻ മല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുകയാണ് വിതറി. ഈ മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് എന്തിനും മന്തിക്കോ തന്തൂരി എന്തിനു വേണമെന്നുണ്ടെങ്കിലും മയണൈസ് കഴിക്കുക. ഈവൻ ബ്രെഡിനകത്ത് പോലും ചേർത്ത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് മയണൈസ്. ഇത് മുട്ട ചേർത്തുണ്ടാക്കുന്ന മയണൈസാണ്. മുട്ട ചേർക്കാതെ മയണൈസ് ഉണ്ടാക്കുന്ന വേറെ റെസിപ്പിയുണ്ട്. ആ റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വില്ലേജ് കറീസ് എന്നുള്ള നമ്മുടെ ചാനൽ ഇപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, നിങ്ങൾ പുതിയ വ്യൂവർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.